ഹായ്, വെൽക്കം ടു സൂം ഇൻ. ഇന്നത്തെ സൂമിനിൽ എൽസമ്മ എന്ന ആൺകുട്ടി. ഞാനിപ്പോൾ നിൽക്കുന്നത് ബാലമ്പുള്ള സിറ്റിയിലാണ്. സിറ്റി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും വലിയ ഏതോ സിറ്റിയാണെന്ന്. അങ്ങനെയുള്ള സിറ്റിയൊന്നുമല്ല ഇത്. ഇത് തൊടുപുഴയ്ക്കടുത്തുള്ള ഒരു മലയോര ഗ്രാമം. ഇവിടെ സംവിധായകൻ ലാൽ ജോസും സിന്ധുരാജും ഗോകുൽദാസും ചേർന്നൊരുക്കിയ ഒരു സിറ്റി, ബാലമ്പുള്ള സിറ്റി. ഈ സിറ്റിയിൽ ഒരുപാട് വെടിക്കെട്ട് കഥാപാത്രങ്ങളുണ്ട്. അവരൊരുക്കുന്ന രസകരമായ സന്ദർഭങ്ങളാണ് ഇനി നിങ്ങളെ കാത്തിരിക്കുന്നത്. മുല്ല എന്ന ചിത്രത്തിന് ശേഷം തിരക്കഥാകൃത്തായ സിന്ധുരാജും സംവിധായകൻ ലാൽ ജോസും ഒന്നിക്കുകയാണ് വീണ്ടും എൽസമ്മ എന്ന ആൺകുട്ടിയിലൂടെ. എന്താണ് എൽസമ്മ എന്ന ആൺകുട്ടി പറയുന്നത്? എൽസമ്മ എന്ന ആൺകുട്ടി ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ളൊരു കഥയാണ്. ഇതിന് പ്രണയം ഉണ്ട് ഈ സിനിമയിൽ. എന്നാൽ ഇതിനൊരു പ്രണയകഥ എന്ന് മുഴുവനായിട്ട് പറയാൻ പറ്റില്ല. ഹൈ റേഞ്ച് പ്രദേശത്തുള്ള ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ കാർഷിക മേഖലയിലെ ഒരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിൻ്റെ ജീവിതമുണ്ട്, ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. എല്ലാം വ്യത്യസ്തങ്ങളായ കാരിക്കേച്ചർ സ്വഭാവമുള്ള ക്യാരക്ടേഴ്സാണ്. മീശമാധവനിലൊക്കെ ഉണ്ടായിരുന്ന പോലെ ഒരു അന്തരീക്ഷമുണ്ട് ഈ സിനിമയിൽ. ചാക്കോച്ചനെ നമ്മൾ പല രൂപങ്ങളിലും കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ രൂപത്തിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. എന്താ ചാക്കോച്ചൻ? എന്നാ പറയാനാണ് എന്താണ് ഈ രൂപത്തിൻ്റെ രഹസ്യം? ഇവിടെ ഈ ബാലമ്പുള്ള സിറ്റി എന്ന് പറയുന്ന സിറ്റി ഉണ്ട്. എൽസമ്മ എന്ന ആൺകുട്ടി എന്ന് പറയുന്ന ചിത്രത്തിൽ. അപ്പോൾ ബാലമ്പുള്ള സിറ്റിയിൽ ഇങ്ങനെ ബാലും കച്ചവടമൊക്കെ നടക്കുന്ന ഒരു പയ്യനാണ്. ഉണ്ണികൃഷ്ണൻ എന്നാ പേര്. താന്നൊന്നുമല്ല, നല്ല ഡീസൻ്റാണ്. അപ്പോൾ ഈ പാല് പരിപാടിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ നാട്ടുകാർ ബാലുണ്ണി ബാലുണ്ണി എന്നാണ് വിളിക്കുന്നത്. അവൻ ആ വിളി അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല, എന്നാലും ഈ പറയുന്ന പോലെ ഒരു രസമുണ്ട്. അപ്പം ഈ ബാലമ്പുള്ള സിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ചായക്കടയാണ്. അപ്പോൾ ഈ ചായക്കടയിൽ പാല് കൊണ്ട് കൊടുക്കുന്നു, വീട്ടിൽ പാലുകൾ കൊണ്ട് കൊടുക്കുന്നു, അങ്ങനത്തെ ഒരു കഥാപാത്രമാണത്. ഈ ഗ്രാമം ഉണരുന്നത് രണ്ട് വ്യക്തികളിലൂടെയാണ്. ഒന്ന് എൽസമ്മ എന്ന് പറയുന്ന പത്രം വിതരണം നടത്തുന്ന സ്ത്രീ, രണ്ട് ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന പാല് വിതരണം ചെയ്യുന്ന വ്യക്തി. കഥാപാത്രത്തിൻ്റെ ഈ ഗെറ്റപ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതിലെ കഥാപാത്രത്തിൻ്റെ പേര് എബി എന്നാണ്. ഒരു അടിച്ചുപൊളി ചങ്ങാതിയാണ്. ദുബായിലൊക്കെ പഠിച്ച് നാട്ടിൽ വരുന്നതും എന്നാൽ ദുബായിലെ അതേ ഒരു രീതി ഇവിടെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നതും അങ്ങനെയുള്ള ഒരു മൊത്തത്തിൽ കുറച്ച് പൊങ്ങച്ചക്കാരനാണ്. സകല തലകുളിത്തരം കയ്യിലുണ്ട്. വളരെ രസകരമായ കുറേ മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോകുന്നൊരു കഥാപാത്രമാണ്. അപ്പോൾ എബിയുടെ ഗെറ്റപ്പിലാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. എൽസമ്മ എന്ന ആൺകുട്ടിയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ സിന്ധുരാജേട്ടനാണ്. എനിക്ക് തോന്നുന്നു ലാൽചേട്ടൻ്റെ ഇവിടെ രണ്ടാമത്തെ ചിത്രം അല്ലേ? എന്താണ് എൽസമ്മയുടെ പറ്റി? എൽസമ്മ എന്ന ആൺകുട്ടി എൻ്റെ ലൈഫിൽ നമ്മളെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതിശയിപ്പിച്ചിട്ടുള്ള ഒരുപാട് പെൺകുട്ടികളുടെ ഷെയ്ഡുള്ള ഒരു കഥാപാത്രം. കാരണം ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വിഷമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെല്ലാം തൻ്റെ ഇച്ഛാശക്തി കൊണ്ട് അതിജീവിക്കാനും തൻ്റെ സങ്കടങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ സന്തോഷം അഭിനയിച്ച് ജീവിച്ച് കാണിച്ചു കൊടുക്കാനും അതിൽ വിജയം വരിക്കാനും ശ്രമിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിൽ സക്സസ് ആയിട്ടുള്ള പല പെൺകുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരുപാട് പെൺകുട്ടികൾ, അങ്ങനെയല്ലാത്ത പെൺകുട്ടികൾക്ക് മാതൃകയാവണമെന്നും എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് എൽസമ്മ എന്ന ആൺകുട്ടിയുടെ ജനനം. പക്ഷേ എൽസമ്മ എന്ന ആൺകുട്ടി സിനിമയുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ആൺകുട്ടിയൊന്നുമല്ല.
എൽസമ്മ പെൺകുട്ടിയായി മാത്രം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഈ സിനിമ മുഴുവൻ പെൺകുട്ടി മാത്രമാണ്. ജോസിന്റെ ഭാര്യനെ ജോസ് ചിലപ്പോ തല്ലും കൊല്ലും പലതും ചെയ്യും. അത് ചോദിക്കാനേ ജോസിന്റെ വേലിക്കാരനെ കൂടി പട്ടി കയറി വരണ്ട. ഇറങ്ങി പോടി. ചിത്രത്തിന് വേണ്ടത് ഒരു നല്ല പ്രൊഡ്യൂസറാണ്. രഞ്ജിത്തേട്ടൻ ഒരു നല്ല പ്രൊഡ്യൂസറാണ് എന്നുള്ള കാര്യം ഒരുപാട് പ്രാവശ്യം പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ഈ എൽസമ്മ എന്ന ആൺകുട്ടി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അതൊരു ഫീമെയിൽ ഓറിയൻറ്റഡ് സബ്ജക്റ്റ് ആണോ എന്നൊരു സംശയം തോന്നാം. അങ്ങനെ ഒരു സബ്ജക്റ്റിലേക്ക് ഈ സമയത്ത് ഒരു പ്രൊഡ്യൂസർ കടന്നു വരിക എന്ന് പറയുന്നത് ഒന്ന് ആലോചിക്കേണ്ടി വന്നിരുന്നു. അല്ല, ശരിക്കും പറഞ്ഞാൽ അത് ഞാൻ സുന്ദരാജായിട്ട് ഞങ്ങൾ വേറൊരു കഥ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് ഈ പ്രോജക്റ്റിലേക്ക് വരുന്നത്. ഈ പ്രോജക്റ്റിലേക്ക് വരുന്നു. അപ്പോൾ ഈ കഥ ഇങ്ങനെ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ സുന്ദരാജൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് ചെയ്യാൻ പറ്റിയ ഒരാളേ ഉള്ളൂ, ലാൽ ജോസ്. അപ്പോൾ ലാൽ ജോസ് എന്നൊരു സംവിധായകനെക്കുറിച്ച് ഞാനും സിന്ധുരാജും ഒരുപാട് നിങ്ങളുടെ പ്രേക്ഷകരും അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഒരുപോലെ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു സംവിധായകനാണ് ലാൽ ജോസ്. ലാലുവിന് ഈ കഥ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം ഇതൊരു ചേഞ്ചുള്ള സബ്ജക്റ്റാണ്. അപ്പോൾ ആ കഥ ചെയ്യാമെന്ന് പറയുന്നൊരു ത്രില്ലാണ് നമുക്കിപ്പോൾ ഉള്ളത്. എൽസമ്മ എന്ന ആൺകുട്ടി, ഈ ടൈറ്റിലിനെ കുറിച്ച് അത് നമ്മൾ സാധാരണ ഒരു പെൺകുട്ടിയെ കുറിച്ച് അവളെ അഭിനന്ദിക്കുമ്പോഴും ഉപയോഗിക്കും, ചിലപ്പോൾ കുറ്റപ്പെടുത്തുമ്പോഴും ഉപയോഗിക്കും. അവളൊരു ആൺകുട്ടിയാണ് എന്ന് പറയും. ചിലപ്പോൾ നല്ല മിടുക്കുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവൾ ആൺകുട്ടിയാണോ എന്ന് ചോദിക്കും. അവൾ ഇത്തിരി കുഴപ്പം ചെയ്യുമ്പോൾ. എൽസമ്മയുടെ കാര്യം അങ്ങനെയാണ്. എൽസമ്മ ജീവിക്കാൻ വേണ്ടി തൻ്റെ സഹോദരിമാരെ പുലർത്താൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളൊരു പെൺകുട്ടിയാണ്. അപ്പോൾ അവൾ പലപ്പോഴും അവളുടെ ലൈഫിൽ വളരെ ബോൾഡായിട്ടുള്ള ഡിസിഷൻസ് എടുത്തിട്ടുണ്ട്. ബോൾഡായിട്ട് ചില കാര്യങ്ങളെ സമീപിക്കാറുണ്ട്. അപ്പോൾ നാട്ടുകാർ അവളൊരു ആൺകുട്ടിയാണ് എന്ന് പറയാറുണ്ട്.